ഇനി ഇതാണോ ഇവിടുത്തെ ഒരു രീതി? ഇത് ആദ്യമായിട്ടാണോ? ഹർഷൻ പറഞ്ഞതുപോലെ ശരിയാണ്. ഇപ്പോൾ സമീപ ചരിത്രത്തിൽ തന്നെ, സമീപകാലത്ത് തന്നെ, എന്തിനാണ് ചരിത്രം പറയുന്നത്, സമീപകാലത്ത് തന്നെ ഇതിപ്പോൾ വീണ ജോർജിനെതിരായ ഒരു അതിക്രമം വരുന്നു. ആ വീണ ജോർജിൻ്റെ ഇന്നത്തെ നമ്മുടെ ഇലക്ഷൻ ട്രാവലറിൻ്റെ ഭാഗമായി മന്ത്രി പറയുകയാണ്, എനിക്ക് ദേഹത്ത് വേദനയുണ്ടായി, അതുപോലും പരിഗണിക്കാതെയാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. അത് അതൊരു സത്യമല്ലേ? അവർക്ക് ഒരു മനുഷ്യനെ വേദനിച്ചു എന്തുപോലും പരിഗണിക്കാതെ അതിൽ രാഷ്ട്രീയം മാത്രം കാണുകയോ അത് അഭിനയമായി മറ്റു രീതിയിൽ ചിത്രീകരിക്കുകയോ ചെയ്യുന്നത് എന്തുതരം രാഷ്ട്രീയമാണത്? അതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയമായി തന്നെ അത് അവരുടെ വാദങ്ങളുടെ മുനയൊടിച്ച് കളയണം, അതല്ലേ വേണ്ടത്. അല്ലാത്ത പക്ഷം വ്യക്തി അധിക്ഷേപം നടത്തിയിട്ട് അതിനെ മറികടന്നുകൊണ്ട് ഒരാളെ അവരുടെ എതിർ ശബ്ദങ്ങളെ അടിച്ചിരുത്തുക എന്നുള്ളത് ശരിയായ രാഷ്ട്രീയമാണെന്ന് ഞാനൊരിക്കലും, ഭൂഷണമായ രാഷ്ട്രീയമാണെന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല. ഇനി വീണ ജോർജിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. അതിന് മുൻപ് കെ ശൈലജയുടെ കാര്യത്തിൽ എന്തായിരുന്നു? സ്ക്രീൻഷോട്ട് വിഷയം വന്നപ്പോൾ കെ ശൈലജയെ ഏതു തരത്തിലാണ് ആക്രമിച്ചത്? മാത്രമോ കോവിഡ് റാണി, സീസറമ്മ, ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ വിശേഷിപ്പിച്ചിരുന്നത് അവരെ? അപ്പോൾ ഈ സൈബർ ഇടത്തിൽ തുടരുന്ന ഈ അധിക്ഷേപത്തിന് അറുതി വരുത്തുവാൻ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരത്തിലൊരു പരാതിയൊക്കെ കൊടുത്തിരുന്നു. അതിലൊന്നും യാതൊരുവിധ ഇടപെടലും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഇവിടെയുള്ള ഒരു സമൂഹം പറയുകയാണ്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത്. ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഒരു UDF മാത്രം കുറ്റപ്പെടുത്തിയോ മറ്റോ അല്ല സംസാരിക്കുന്നത്. ഇത് ഹർഷൻ പറയുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ LDF ആളുകളും ഇത്തരത്തിലുള്ള വലിയ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞ് ആരെയും ഓർമ്മിപ്പിക്കുന്നില്ല അത്തരം വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ സാദിഖ് അലി തങ്ങൾക്കെതിരായി ഒരു പരാമർശം വരുന്നു, അല്ലെങ്കിൽ ഒരു വ്യാജമെന്നോ അതിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, എങ്കിൽ പോലും നമ്മളാരും ആ കാര്യത്തിൽ അത് വിശ്വസിക്കുന്നില്ല, അതൊരു മുഖവിലേക്ക് എടുക്കുന്നില്ല നിലവിൽ. പക്ഷെ അപ്പോഴും എതിർ രാഷ്ട്രീയക്കാർ അതിന് കൊടുത്ത ഒരു രാഷ്ട്രീയ മാന്യതയുണ്ട്. അങ്ങനെ ഒരു ഘടകമുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ മാന്യത എന്നുള്ളത്. കാരണം അതിനെ അപലപിച്ചുകൊണ്ട് അവരൊക്കെ രംഗത്തെത്തുകയോ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയോ അതിൽ ചില പ്രശകകളുണ്ടെന്ന് തിരിച്ചറിയുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മാന്യത അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ മാന്യത ഇത്തരം വിഷയത്തിലും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ കുറഞ്ഞു പോകുമോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? ഇല്ലല്ലോ. വ്യക്തികൾക്ക് എന്താ അതൊരു കുറച്ചിലാകുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ മാന്യത കാണിച്ചു കഴിഞ്ഞാൽ ഇനി പോട്ടെ, മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു പരിഗണന കാണിച്ചു കഴിഞ്ഞാൽ എന്താ 4 വോട്ട് കുറഞ്ഞു പോകുമോ? അതല്ലേ ചോദിക്കേണ്ടത്.